ഫോർമുല ഉപയോഗിച്ച് ഒരു ബ്ലൗസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഒരു 5 പോയിൻ്റ് പറയാം. ആദ്യത്തേത് നമുക്ക് ചെസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ചെസ്റ്റ് അളവ് വെച്ച് മാത്രമാണ് നമ്മൾ ഈ ബ്ലൗസ് മെഷർമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാ മെഷർമെൻറ്റും ഈ ചെസ്റ്റ് അളവ് വെച്ചായിരിക്കും. അപ്പം കസ്റ്റമറിൻ്റെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നമ്മളൊന്ന് അളന്നെടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുക. അതിനുശേഷം ചെസ്റ്റിൻ്റെ എത്രയാണ്, അതായത് നമ്മൾ തുണിയിടുന്നത് 4ആയിട്ടാണെങ്കിൽ 4ൽ 1 ഭാഗമായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം ചെസ്റ്റ് ഡിവൈഡഡ് 4 പ്ലസ് സീം അലവൻസ്, നമുക്ക് അഡീഷണലായിട്ട് തയ്യൽ തുമ്പിടത്തില്ലേ, അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിതിൽ മെഷർമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് 36 ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് 36 ഡിവൈഡ് ബൈ 4 പ്ലസ് 2 അങ്ങനെയാണെങ്കിൽ 11 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 11 നമ്മൾ ചെസ്റ്റ് അളവായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അടുത്തത് ഷോൾഡർ എത്ര എടുക്കണം എന്നാണ്. ഷോൾഡർ ചെസ്റ്റ് അളവ് വെച്ചാണ് നമ്മൾ ഷോൾഡറും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചെസ്റ്റ് അറൗണ്ടഡ് ഡിവൈഡ് ബൈ 6 ആണ് ചെസ്റ്റ് അളവ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ ചെസ്റ്റ് അളവ് 36 ഉള്ള ഒരാൾക്ക് എത്രയാണ് നമുക്ക് ഷോൾഡർ എടുക്കാൻ പറ്റുമെന്നത് നോക്കാം. 36 ഡിവൈഡ് ബൈ 6 അങ്ങനെയാണെങ്കിൽ 6 ആയിരിക്കും നമുക്ക് ഷോൾഡർ അളവായിട്ട് ലഭിക്കുന്നത്. ഈ ഷോൾഡറിൻ്റെ അളവിൽ നിന്ന് വേണം നമുക്ക് നെക്ക് വിത്ത് കണ്ടുപിടിക്കാൻ. അതായത് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് നെക്ക് വിത്തും കൂടെ ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം ഈ കിട്ടിയ 6ൽ നിന്ന് വേണം നെക്ക് വിത്ത് എത്ര വേണമെന്നത് നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഒന്നില്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം, അതല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്നുള്ളത് ഷോൾഡർ ഡിവൈഡ് ബൈ 3 പ്ലസ് 0.5 ഇഞ്ച്, അതായത് ഒരു 1/2 ഇഞ്ചും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനൊരു എക്സാമ്പിളായിട്ട് 36 ചെസ്റ്റ് ഉള്ള ഒരാളുടെ നെക്ക് വിത്ത് എത്രയായിരിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഷോൾഡർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6 ഡിവൈഡ് ബൈ 3 പ്ലസ് 1/2 ഇഞ്ച് ഈക്വൽ 2.5 ഇഞ്ചാണ് നമുക്കിവിടെ നെക്ക് വിത്തായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ആം ഹോൾ എത്ര വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡ് ബൈ 8 പ്ലസ് 1 എന്നതാണ് അതിൻ്റെ ഇക്വേഷൻ. നമ്മൾ ഇത്ര നേരം 36 ചെസ്റ്റ് അളവ് വെച്ചല്ലേ കണ്ടത്. അപ്പോൾ 36 ചെസ്റ്റ് അളവ് വെച്ച് ഒരാൾക്ക് എത്രയാണ് ആം ഹോൾ എടുക്കേണ്ടതെന്ന് നോക്കാം. 36 ഡിവൈഡ് ബൈ 8 പ്ലസ് 1 ഈക്വൽ നമുക്ക് കിട്ടുന്നത് 5.5 ആണ്. അപ്പോൾ 5.5 ആണ് 36 ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് ആം ഹോളായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പെക്സ് പോയിൻ്റ് ആണ്. അപ്പെക്സ്